നമസ്കാരം. സ്വർണം കടത്തിന് കേരളത്തിൽ പിടിയിലാകുന്നവരെല്ലാം മുസ്ലിം നാമധാരികളാണ് എന്ന് ഇന്നലെ മുൻ മന്ത്രി KT ജലീൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ജലീലിന് എന്തു പറ്റി എന്നൊരു സംശയം ഇന്നലെ തന്നെ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടായതാണ്. അതായത് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്ത, സ്വർണ്ണക്കടത്ത് വിവിധ വിമാനത്താവളങ്ങളിൽ പിടിച്ച വാർത്ത, അത് കടത്തിക്കൊണ്ടുവന്നത് ആര്, അതുമായി ബന്ധപ്പെട്ട് പിടിയിലായതാര് എന്നൊക്കെ ഉള്ള പേരുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തന്നെ കേരള സമൂഹം വായിക്കുകയാണ്. ഈ പേരുകളിൽ ഏറിയ കൂറും 99% എന്ന് തന്നെ പറയാം, കേൾക്കുന്ന പേരുകൾ മുസ്ലിം നാമധാരികളുടേതാണ് എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുത ജലീലിനെ പോലുള്ളവർ ഇതുവരെയും അംഗീകരിച്ചിരുന്നില്ല. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ തന്നെ ഹവാല ഇടപാടുകളും പിടികൂടുന്നത് എന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. BJP അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോഴൊന്നും ഈ പ്രസ്താവനയോട് യോജിക്കാൻ പിണറായി വിജയനും സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ അത് എടുത്തു പറയുന്നുണ്ട്. ഒരു തവണയല്ല, പല പ്രാവശ്യം എടുത്തു പറഞ്ഞു. അൻവറിനെതിരെ നടത്തിയ പത്രസമ്മേളനത്തിൽ ആദ്യമായി പറയുന്നു. രണ്ടാമത് ഹിന്ദുവിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരു അഭിമുഖം എടുത്ത ആ അഭിമുഖത്തിൽ ചർച്ചയാകാതെ വന്നപ്പോൾ വീണ്ടും ഒരു നോട്ടായി പ്രത്യേകിച്ച് എഴുതി ചേർക്കുകയും ചെയ്തു ഈ വാചകം. പിന്നീട് ദില്ലിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ കേരളത്തിലെ ഏതോ ഒരു PR ഏജൻസി ഇത്തരത്തിൽ ഇതേ വാചകം ദില്ലിയിലെ പത്രങ്ങൾക്കും നൽകി എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. അതായത് ഈ കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നോ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ ഇതുവരെ അറിയില്ല. എന്തായാലും മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നതെന്നും ഹവാല പണ ഇടപാടുകൾ പിടിക്കുന്നതെന്നുമൊക്കെ മുഖ്യമന്ത്രി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. സമാനമായ രീതിയിൽ തന്നെ സ്വർണം കടത്തി പിടിയിലാകുന്നവരെല്ലാം മുസ്ലിം നാമധാരികളാണ് എന്ന് ജലീലും സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ വലിയ വിവാദവുമായി വന്നിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഒന്നാകെ നാണം കെടുത്തി, അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ ഒന്നാകെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. ഒരു മതവിഭാഗത്തെ ഒന്നായി പ്രതിസ്ഥാനത്ത് നിർത്തി ആ പ്രസ്താവന എന്നതിനർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് KT ജലീൽ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിരുന്നു. മുഖ്യമന്ത്രി പിന്മാറിയതുപോലെ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറിയതുപോലെ ജലീലും പിന്മാറും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ജലീൽ പിന്മാറിയില്ല എന്ന് മാത്രമല്ല, ഒരു പടി കടന്ന് പറയുകയും ചെയ്തു. പിടികൂടുന്നവരെല്ലാം മുസ്ലിം നാമധാരികളാണ്, അതിവിടെ എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, മുസ്ലിം ലീഗിന് സ്വർണ്ണക്കടത്തുമായി കൃത്യമായ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട്. അത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ, മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയുടെ അധികാരിയായിട്ടുള്ള, ഇപ്പോഴും ആ അധികാര സ്ഥാനത്ത് തുടരുന്ന ഒരു പ്രസിദ്ധനായ മതപണ്ഡിതൻ പണ്ട് ഹജ്ജിന് പോയപ്പോൾ പുസ്തകത്തിൻ്റെ പുറഞ്ചട്ടയിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയെന്നും അങ്ങനെ കടത്തിക്കൊണ്ടുവന്നപ്പോൾ അത് കസ്റ്റംസ് പിടിക്കുകയും ഇയാൾ കുറേ കാലം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സ്വർണ്ണക്കടത്ത് മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി KT ജലീൽ MLA പറഞ്ഞു വച്ചതാണ്. ഇതൊരു കേസ് മാത്രമാണ്. ഇങ്ങനെ നിരവധി കേസുകൾ ഇതുപോലുള്ള ആളുകൾക്ക് അറിയാമായിരിക്കാം. ജലീൽ ഇന്നേ വരെ അക്കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നിതാ വെളിപ്പെടുത്തുന്നു. പേരും സംഘടനയൊന്നും അദ്ദേഹം പറഞ്ഞതുമില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വിടാം. അത് മുസ്ലിം ലീഗോ യൂത്ത് ലീഗോ മറ്റാരെങ്കിലുമോ തൻ്റെ ഈ പ്രസ്താവനയെ ചോദ്യം ചെയ്താൽ കൂടുതൽ തെളിവുകൾ പുറത്തു വിടാം എന്നാണ് KT ജലീൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് സ്വർണ്ണക്കടത്തും കേരളത്തിലെ മുസ്ലിം ലീഗും തമ്മിൽ അസാമാന്യമായ ബന്ധമുണ്ട് എന്നാരോപിക്കുന്നതിനാണ് KT ജലീൽ ഈ ഉദാഹരണം പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം ഇതിനൊരു സമാധാനം കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ കള്ളക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കരുത്. കള്ളക്കടത്തിനെ അപലപിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതപരമായി ഏതോ ഒരു സ്ഥാനത്ത് കൂടി ഇരിക്കുന്നയാളാണ്. എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ ഫത്വ പോലുള്ള ഒരു മതവിധി പുറപ്പെടുവിക്കാം. അങ്ങനെ പുറപ്പെടുവിക്കണം. സ്വർണ്ണക്കടത്ത് മഹാ അപരാധമാണ്, സ്വർണ്ണക്കടത്ത് നടത്തുന്നത് പാവമാണ്, അത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന്, സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ ഇനി ഈ സമുദായം ഉൾക്കൊള്ളില്ല എന്ന് പറയാൻ, എന്നൊരു മതവിധി പുറപ്പെടുവിക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഈ KT ജലീൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഈ KT ജലീലിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അദ്ദേഹം ഇന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രവിരുദ്ധമാണ് സ്വർണ്ണക്കടത്ത്, രാഷ്ട്രവിരുദ്ധമായതെല്ലാം മതവിരുദ്ധവുമാണ് എന്ന് KT ജലീൽ പറഞ്ഞു. ഓരോ ആളുകൾക്കുണ്ടാകുന്ന മാറ്റമേ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം.
Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.